മകൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച ദമ്പതികൾ ജീവനൊടുക്കിയ നിലയിൽ. ശ്രീകല സ്നേഹദേവ് ദമ്പതികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെയ്യാർ വലിയ വിളാകംകടവിൽ. ഇവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് 11 വയസ്സുണ്ടായിരുന്ന ഇവരുടെ മകൻ ശ്രീദേവും മരിച്ചത്. മുട്ടട സ്വദേശികളായ ശ്രീകല സ്നേഹദേവ് ദമ്പതികളുടെ കാറിൽ നിന്നും 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെത്തിയത്. ഈ കുറിപ്പിലാണ് തങ്ങളുടെ മകൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് ദമ്പതിമാർ പറയുന്നത്. തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. മകന് ചികിത്സ നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നാണ് മകന്റെ മരണമെന്നും ദമ്പതികൾ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഈ മനോവിഷമത്തിലാണ് ദമ്പതിമാർ ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.